മാന്ത്രിക ഭാഗം 9. അത്ര മുറിയുടെ വാതിൽക്കൽ ചെന്ന് നിന്നു. പാർവതി അകത്ത് പിണങ്ങിയിരിക്കുകയാണ്. അവൻ നടന്ന് അകത്തേക്ക് ചെന്നു. പാർവതിയുടെ കാൽച്ചുവട്ടിൽ അവൻ ഇരുന്നു. അമ്മേ. പാർവതി മുഖം തിരിച്ചിരുന്നു. എന്നോട് എന്തെങ്കിലും ഒന്ന് പറ അമ്മേ, ഒന്ന് വഴക്ക് പറ, അല്ലേ ഒന്ന് തല്ലുകയെങ്കിലും ചെയ്തു. പക്ഷേ മിണ്ടാതിരിക്കരുത്. ഞാൻ ചെയ്ത് തെറ്റാണെന്ന് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നില്ല. മീനു നല്ലവളല്ലേ? അവളെ അമ്മ ഒരുപാട് സ്നേഹിക്കുന്നില്ലേ? അവളൊരു പാവപ്പെട്ട പെണ്ണായി പോയതാണോ അവൾക്കുള്ള അയോഗ്യതയായി എല്ലാവരും കാണുന്നത്? അങ്ങനെയെങ്കിൽ എന്തിനാ എന്നെ മേലെടുത്ത് തറവാടിൽ ജനിപ്പിച്ചത്? ഏതെങ്കിലും കൂടുതൽ ഒരു കർഷകൻ്റെയോ കൂലിപ്പണിക്കാരൻ്റെയോ മകനെ ജനിപ്പിച്ചാൽ മതിയായിരുന്നില്ലേ? എങ്കിലിങ്ങനെയൊന്നും വരില്ലായിരുന്നല്ലോ. അതൊരു വിഷമത്തോടെ പറഞ്ഞു. പാർവതി പതിയെ മകൻ്റെ നെറുകയിൽ കൈവച്ചു. മോനെ, അമ്മയ്ക്ക് നിന്നോട് ഒരു പിണക്കവുമില്ല. മീനുവിനെ എനിക്ക് ഇഷ്ടമാണ്. ആ ഇഷ്ടം കൊണ്ട് തന്നെ അവളെ നിൻ്റെ ഭാര്യയെ അംഗീകരിക്കാൻ ഞാൻ മടിക്കുന്നത്. പാർവതി ഒരു മാത്രം നിർത്തി. അത് കേട്ടതും അഥർവൻ്റെ കണ്ണുകൾ വിടുന്നു. പിന്നെ എന്താ അമ്മേ അത്? പാർവതി എന്തോ പറയാൻ വന്നതും വാതിൽക്കൽ പ്രഭാകരൻ വന്ന് നിന്നതും പാർവതി ഭീതിയോടെ നിർത്തി. അതൊരു പതിയെ എഴുന്നേറ്റ്. അച്ഛാ, അവൾ എന്തോ പറയാൻ വന്നതും അയാൾ കയ്യുയർത്തി തടഞ്ഞു. നിന്നിൽ നിന്നോ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല മോനെ. നിന്നെ ഞങ്ങൾക്ക് വിശ്വാസമായിരുന്നു, നീ തെറ്റൊന്നും ചെയ്യില്ലെന്ന്. ആ വിശ്വാസം കൊണ്ടാണ് നിൻ്റെ ഓരോ പ്രവൃത്തിയെയും കുറിച്ചും എല്ലാവരും പരാതി പറയുമ്പോഴും അതൊക്കെ കേട്ടില്ലെന്ന് നടിച്ച് നിൻ്റെ കുറ്റം പറയുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യാതെ ചേർത്ത് പിടിച്ചത്, സപ്പോർട്ട് ചെയ്തത്. എന്നിട്ടും നീ ആ വിശ്വാസമാണ് തകർത്തത്. ഞാനിപ്പോഴും എന്ത് തെറ്റാണ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാകാത്തത്. ഒരു പെണ്ണിനെ ഇഷ്ടപ്പെടുന്നത് ഒരു തെറ്റാണോ? അവളെ ചേർത്ത് പിടിച്ച് നിർത്തുന്നത് തെറ്റാണോ? ശബ്ദം കേട്ട് എല്ലാവരും അവിടേക്ക് വന്നു. ഈ കുടുംബത്തിന് യോജിക്കാത്ത ഒരുവളായിപ്പോയി നീ സ്നേഹിച്ചവൾ. മേലെടുത്ത തറവാട്ടിലെ മരുമകളാകാൻ എന്ത് യോഗ്യതയാണ് അവൾക്കുള്ളത്? ശിവരാമൻ ചോദിച്ചു. യോഗ്യതയോ? അതുകൊണ്ട് നിങ്ങളെന്താ ഉദ്ദേശിക്കുന്നത്? ഇട്ടുമൂടാനുള്ള പൊന്നും ബാങ്ക് ബാലൻസും പൊങ്ങച്ചം പറയാനൊരു തറവാട്ട് പേരും ഇല്ലാത്തതാണ് അവളുടെ യോഗ്യത കുറവായി നിങ്ങൾ കാണുന്നതെങ്കിൽ എനിക്കതൊന്നും ഒരു പ്രശ്നമല്ല. ഒരാളുടെ യോഗ്യത നിശ്ചയിക്കുന്ന ഇവയൊന്നാലെന്ന് അച്ഛൻ തന്നെ എന്നെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളത്. അഥർ, പ്രഭാകരൻ ശാസനയോട് വിളിച്ചു. അതിര് കടക്കുന്നു നീ. ഞങ്ങളാരും തന്നെ അവളെ അംഗീകരിക്കുന്ന പ്രശ്നമേ ഇല്ല. നിങ്ങൾ അംഗീകരിച്ചില്ലെങ്കിലും എനിക്കൊരു പ്രശ്നമില്ല. അവളെ അല്ലാതെ ഈ അഥർ പ്രഭാകരൻ മറ്റൊരു പെണ്ണിൻ്റെ കഴുത്തിൽ താലി കെട്ടുന്നു നിങ്ങളാരും കരുതണ്ട. അഥർ ദൃഢനിശ്ചയത്തോടെ പറഞ്ഞു. ഞങ്ങൾക്കാർക്കും അവളെ ഇഷ്ടമല്ല. പക്ഷേ നീ അവളെ ഇത്ര കണ്ട് സ്നേഹിക്കാൻ മാത്രം എന്ത് യോഗ്യതയാടാ നിനക്ക് അവളെ കാണാൻ സാധിക്കുന്നത്? സൗദാമിനി ചോദിച്ചു. മറ്റാരെക്കാളും എന്നെ ജീവിതത്തിൽ സ്നേഹിക്കുന്ന ഒരു മനസ്സുണ്ട് അവൾക്ക്. ആ സ്നേഹമാണ് ഞാൻ കാണുന്ന ഏറ്റവും വലിയ യോഗ്യത. എനിക്ക് വേണ്ടി മരിക്കാൻ പോലും അവൾ തയ്യാറാണ്. നിങ്ങൾ കണ്ടെത്തുന്ന ഒരു പെണ്ണിനും അവൾ സ്നേഹിക്കുന്ന പോലെ എന്നെ സ്നേഹിക്കാനാവില്ല. അതൊരു സത്യമാണ്. പ്രഭാകരൻ പുച്ഛത്തോടെ ചിരിച്ചു. കൊള്ളാം. ഈ ആത്മാർത്ഥ സ്നേഹവും ജീവൻ കൊടുത്തുള്ള പ്രണയവുമൊക്കെ എഴുത്തുകാരുടെ സങ്കല്പ സൃഷ്ടികൾ മാത്രമാണ്. അപ്പോൾ അതുപോലെ ഒരു പ്രണയം ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കേണ്ട നീ. അതൊരു മിഥ്യാധാരണ മാത്രമാണ്. അതോടെ ചിരിച്ചു. അല്ലച്ച, ഇത് യാഥാർത്ഥ്യമാണ്. ജീവിതത്തിൽ പ്രാവർത്തികമായത് കണ്ടുകൊണ്ടാണ് കഥാകൃത്തുക്കൾ കഥ എഴുതുന്നത്. അവളുടെ സ്നേഹം അത്രയ്ക്ക് തീവ്രമാണ്, സത്യമാണ്. അതർ പറഞ്ഞു. ഓഹോ, അങ്ങനെയാണോ? എന്നാ വാ. അയാൾ മകൻ്റെ കൈപിടിച്ച് പുറത്തേക്ക് നടന്നു. അയാൾ നടന്ന് മാളികപ്പുര വീടിൻ്റെ മുറ്റത്തെത്തി. മീനു, മായേ, അയാൾ ഉറക്കെ വിളിച്ചു. അകത്തുനിന്ന് മീനുവും മായും ടോണിയും ഇറങ്ങി വന്നു. ഈ സമയം നാട്ടുകാർ മാമുറ്റത്തേക്ക് വന്നു. മായും ടോണിയും അല്പം പരിഭ്രമത്തോടെ അയാളുടെ മുന്നിലേക്ക് ചെന്നു. എന്താ പ്രഭാകരൻ സാറേ കാര്യം? ടോണി അല്പം ആശങ്കയോടെ ചോദിച്ചു. ഒന്നുമില്ല. എൻ്റെ മകനും ഇവളും തമ്മിലുള്ള ബന്ധം നാട്ടുകാരെല്ലാം അറിഞ്ഞു കഴിഞ്ഞു. ഞങ്ങൾക്ക് ഇവൻ ഒരാളേ ഉള്ളൂ. ഇവൻ്റെ ഒരു ആഗ്രഹത്തിനും ഞങ്ങളെതിരെ നിൽക്കില്ല എന്ന് വെച്ച് കാരണവന്മാരായി ഉണ്ടാക്കി വെച്ച പേരും പെരുമയും സ്വാർത്ഥതയ്ക്ക് വേണ്ടി കളഞ്ഞു പൊളിക്കാൻ എനിക്കാവില്ല. എന്ത് കുടുംബ മഹിമ പ്രഭാകരൻ സാറേ! ആരോടും ഇല്ലാത്ത ഈ പാവത്തിന് ഒരു ജീവിതം കൊടുത്താൽ മേലെടുത്ത തറവാടിൻ്റെ പേരും പെരുമയും പോടുകയുള്ളൂ, സുഗുണം പറഞ്ഞു. അതൊക്കെ പറയുമ്പോൾ പറയാനല്ലേ ഉള്ളൂ. ഇവനെ സ്വന്തം ജീവനക്കാളേറെ സ്നേഹിക്കുന്നുണ്ട്. ആ സ്നേഹമാണ് ഇവൾക്കുള്ള ഏറ്റവും വലിയ യോഗ്യത എന്നാണ് ഇവൻ പറയുന്നത്. ശരി, അത് വെച്ച് ഞങ്ങൾ അംഗീകരിക്കാം ഇവളെ. പക്ഷേ തെളിയിക്കണേ ഇവളത്. എല്ലാവരും അന്തം വിട്ട് പരസ്പരം നോക്കി. ഇവൾക്ക് എൻ്റെ മകനോടുള്ള സ്നേഹം അത്രയ്ക്ക് സത്യസന്ധവും ആത്മാർത്ഥവും ശക്തവുമാണെന്ന് ബോധ്യപ്പെടുത്തിയാൻ ഈ കൃഷ്ണപുരത്തപ്പനാണേ സത്യം.
ഇവരുടെ വിവാഹം ഈ ക്ഷേത്രത്തിൽ വെച്ച് ഞാൻ നടത്തി കൊടുക്കും. പൂർണ്ണ മനസ്സോടെ 2 കൈയും നീട്ടി മരുമകളെ ഞാനിവളെ സ്വീകരിക്കും. പ്രഭാകരൻ പറഞ്ഞു. എല്ലാവരും വായും പൊളിച്ച് അയാൾ നോക്കി. ഇയാളിത് എന്ത് തേങ്ങയാണ് പറയുന്നത്? സുഗുണൻ രമേശിൻ്റെ ചെവിയിൽ മന്ദിച്ചു. ഓരോ വട്ട്. അയാൾ മീനുവിൻ്റെ മുന്നിലേക്ക് വന്നു. എന്താ പറ്റുമോ നിനക്ക്? എൻ്റെ മകനെ നീ സ്നേഹിച്ചത് വെറുതെ ആയിരുന്നോ? അല്ല, അവൾ പറഞ്ഞു. ശരി, എന്നാൽ എത്ര സമയം? അടുത്ത ഉത്സവത്തിന് മുമ്പ് നീ അത് തെളിയിക്ക് എന്ന് പറഞ്ഞതുപോലെ ഞാനും ചെയ്യും. അതും പറഞ്ഞ് അയാൾ തിരിഞ്ഞു നടന്നു. അപ്പോൾ കൗശലം നിറഞ്ഞ ഒരു ചിരി അയാളുടെ മുഖത്ത് വിരിയുന്നത് പാർവതിയമ്മ കണ്ടു. അവൾ ഭയന്നു. ഇതെന്തോ കെണിയാണ്, അതുറപ്പാ. ഈശ്വര, എൻ്റെ കുഞ്ഞുങ്ങളെ കാത്തോണേ. പാർവതി നെഞ്ചിൽ കൈവച്ച് പറഞ്ഞു. പിന്നീട് എല്ലാവരും അവിടെ നിന്നും പോയി. മുറ്റത്ത് അഥർവ്വം മീനുവും മാത്രമായി. എന്തു പറയണമെന്നറിയാതെ ഇരുവരും കുഴങ്ങി പരസ്പരം നോക്കി. മീനു, അവൻ വിളിച്ചതും അവളൊന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. പിന്നെ പതിയെ തിരിഞ്ഞ് അകത്തേക്ക് നടന്നു. അഥർവ് കണ്ണു തുറച്ച് പുറത്തേക്ക് നടന്നു. മുറിയിൽ പ്രഭാകരൻ നിന്നു. ശിവരാമനും ശങ്കരനും അകത്ത് കടന്നതും വാതിലടഞ്ഞു. അളിൻ എന്ത് പണിയാണ് കാണിച്ചത്? അപ്പൂനെയും വിളിച്ച് ആ പെണ്ണിൻ്റെ അടുത്ത് പോയി ഇങ്ങനെ ഒരു വെല്ലുവിളി നടത്തേണ്ട ആവശ്യം എന്തായിരുന്നു? ശിവരാമൻ രോഷത്തോടെ പറഞ്ഞു. അതെ, അത് നാട്ടുകാരുടെ മുമ്പിൽ വെച്ച്. പ്രഭാകരൻ പുച്ഛത്തോടെ അവരെ ഇരുവരെയും നോക്കി. നിങ്ങൾ എന്താ കരുതിയത് ഞാനൊരു മണ്ടനാണെന്നോ? ഇതെൻ്റെ ഒരു കളിയാണ്. നാട്ടുകാരുടെ കണ്ണിൽ പൊടിയില്ലാനുള്ള ഒരു കളി. നിങ്ങൾ കണ്ടതല്ലേ? നാട്ടുകാരുടെ മുമ്പിൽ വെച്ചല്ലേ അവൻ പറഞ്ഞത് ആ പെണ്ണിന് ഇഷ്ടമാണെന്ന്. നാട്ടുകാരൊക്കെ അപ്പുവിൻ്റെ ഭാഗം മാത്രമേ പറയൂ. ഞാൻ എതിർത്താൽ നാട്ടുകാരുടെ സപ്പോർട്ടോടുകൂടി അവൻ അവളെ വിവാഹം കഴിക്കും. പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇരുവരുടെയും നെറ്റിച്ചുളിഞ്ഞു. അളിയൻ എന്താ ഉദ്ദേശിക്കുന്നത്? കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കണം. ഇപ്പോൾ നമ്മളൊന്നും ചെയ്യണ്ട. 2 ദിവസം കഴിഞ്ഞാൽ അപ്പോൾ തിരിച്ചു പോകും. അതിനുശേഷം മതി ബാക്കിയല്ല. അടുത്ത തവണ അവൻ ലീവിൽ വരുമ്പോൾ മീന് ജീവനോടെ ഉണ്ടാവില്ല. പ്രഭാകരൻ കൊലവെറിയോടെ പറഞ്ഞു. അയാളുടെ കണ്ണുകൾ കോപം കൊണ്ട് ജ്വലിച്ചു. ശങ്കരനും ശിവരാമനും പരസ്പരം നോക്കി. അഥർവ്വ മനസ്സും പോകാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. ഇരുവരും സാധനങ്ങളെല്ലാം എടുത്ത് ബാഗിൽ വെച്ചു. ആരുടെ മുഖത്തും തെളിച്ചമില്ല. എല്ലാവരും ശോകം. എല്ലാ തവണ തിരിച്ചു പോകുമ്പോഴും അഥർവിൻ്റെ മുഖത്ത് ചിരി ഉണ്ടാകുമായിരുന്നു. പക്ഷേ ഇത്തവണ ഗൗരവം മാത്രം. നീ ഇങ്ങനെ വിഷമിക്കാതെ. അടുത്ത തവണ ലീവിന് വന്നാൽ ഉറപ്പായി ഈ പ്രശ്നം നമുക്ക് പരിഹരിക്കാം. നീ നോക്കിക്കോ, നിങ്ങൾ 2 പേരുടെ കല്യാണ ശ്രദ്ധയുണ്ട്, ഞാൻ അടങ്ങും. അലക്സ് അവനെ സമാധാനിപ്പിക്കാൻ പറഞ്ഞു. എല്ലാ തവണ വന്ന് മടങ്ങിപ്പോകുമ്പോഴും കരയാതെ ഞാൻ പോകാറ്. മനസ്സിലെല്ലാവരെയും പിരിയുന്ന വേദന ഉണ്ടാക്കും. പക്ഷേ മീനുവിനെ കെട്ടിപ്പിടിച്ച് കുറച്ച് സമയം ഇരിക്കുമ്പോൾ ആ വിഷമമൊക്കെ പോകും. എന്നെ മാറി ചാഞ്ഞ് അവൾ ഓരോന്ന് പറയുമ്പോൾ വല്ലാത്തൊരു ആശ്വാസവും സന്തോഷമാണ്. പക്ഷെ ഇപ്പോൾ ഇത്തവണ എന്തോ മനസ്സ് വല്ലാതെ പിടയ്ക്കുന്നത് പോലെ തോന്നുന്നു. നീ വിഷമിക്കാതെ, എല്ലാം നേരെയാക്കും. പേടിക്കുന്നത് പോലെ ഒന്നും ഉണ്ടാവില്ല. അവിടെ എന്തോ കാര്യമായ പ്രശ്നമുണ്ട്. ഇല്ലാതെ സാബ് നമ്മളോട് ചെല്ലാൻ പറയില്ല. എല്ലാം ശരിയാവട്ടെ അഥർ, ദൈവം കൂടിയുണ്ടെന്ന് വിശ്വസിക്കുക, അലക്സ് പറഞ്ഞു. ഈ സമയം കുറച്ച് പലഹാരങ്ങളുമായി മുത്ര അവിടേക്ക് വന്നു. അലക്സിനെ ഫേസ് ചെയ്യാതെ മുഖം പൊളിച്ചാണ് അവൾ വന്നത്. എന്താ മിത്ര? ഇത് കുറച്ച് പലഹാരങ്ങളാണ്. അപ്പോഴേട്ടന് അവനത് വാങ്ങി ബാഗിൽ വെച്ചു. മിത്ര പതിയെ മുഖമേറി അലക്സിനെ നോക്കി. അവളുടെ കണ്ണുകൾ കലങ്ങിയിരിക്കുന്നത് കണ്ട് അലക്സ് ഒന്നും വല്ലാതായി. അവൾ വേഗം മുഖം തിരിച്ച് നടന്നു. പാവം, അവൾക്ക് വിഷമമായെന്ന് തോന്നുന്നു. ഒന്ന് അവളോട് സംസാരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ അവൻ ആശിച്ചു. പക്ഷേ ഇന്നത്തെ ഈ അവസരത്തിൽ ഒന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. അതിർപ്പിൻ്റെ കാര്യത്തിൽ തന്നെ ഇവിടെ ആകെ കുഴഞ്ഞു മറിഞ്ഞിരിക്കുക. അതിനിടയിൽ തങ്ങളുടെ കാര്യം കൂടി വന്നാൽ വേണ്ട. അവൻ ആ ആഗ്രഹം മനസ്സിലൊതുക്കി. മാളികപ്പുരിയുടെ വരാന്തയിലേക്ക് അതിർപ്പ് കയറി. ഒന്ന് സംശയിച്ചു നിന്ന ശേഷം അവൻ വാതിലിൽ മുട്ടി. വാതിൽ തുറന്ന ടോണി അവനെ കണ്ട് ഒന്ന് അമ്പരന്നു. എന്താ പോ ഈ സമയത്ത്? ഞാൻ നാളെ പോവുക. എനിക്ക് മീനുവിനെ ഒന്ന് കാണണം, അതിർ പറഞ്ഞു. പുറത്തേക്ക് വന്ന മായയെ ടോണി നോക്കി. അപ്പോൾ അത് ഇതിലൊന്നും പറയരുത്. നാളെ ഞാൻ പോയാൽ പിന്നെ തിരിച്ചു വരുന്ന എനിക്ക് ഉറപ്പില്ല. അതുകൊണ്ട് കൂടിയാണ് ഞാൻ വന്നത്. അപ്പോൾ ടോണി ശാസനയോട് വിളിച്ചു. അങ്ങനെയൊന്നും പറയാതിരിക്കും. നിനക്കൊന്നും സംഭവിക്കില്ല. അടുത്ത തവണ നീ വരും ഞങ്ങളുടെ മീനുവിനെ കല്യാണം കഴിക്കാൻ. ഞാൻ തന്നെ ആ കൈ പിടിച്ച് നിൻ്റെ കയ്യിൽ വെച്ച് തരും, ഒരേട്ടൻ്റെ സ്ഥാനത്ത് നിന്ന്. നീ ചെല്ല്, അവളകത്തുണ്ട്, ടോണി പറഞ്ഞു. അതർ എഴുന്നേറ്റ് നടന്നു. അതർ അകത്തേക്ക് നടന്നു. മുറിയിൽ മേശമേ തലവെച്ച് കണ്ണടച്ച് കിടക്കുകയായിരുന്നു മീനു. മീനു, അവൻ വിളികേട്ട് അവൾ ഞെട്ടിപ്പിടഞ്ഞ് എഴുന്നേറ്റു.
അപ്പേട്ടനോ? എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത്? ആരെങ്കിലും കണ്ടാൽ? അവൾ ഭീതിയോട് ചോദിച്ചു. ആര് കണ്ടാൽ എന്താ? നീ എൻ്റെ പെണ്ണാണെന്ന് ഈ നാട്ടുകാർക്ക് മുഴുവനും അറിയാം ഇപ്പോൾ. അതുകൊണ്ട് തന്നെ ആരെയും ഭയക്കേണ്ട ആവശ്യമില്ല. ഇല്ല അപ്പേട്ട, അപ്പേട്ടൻ്റെ അച്ഛനും അമ്മയും സമ്മതിക്കാത്തിടത്തോളം കാലം ഞാൻ മീനു ആരംഗീകരിച്ചില്ലെങ്കിലും നീ എൻ്റെ പെണ്ണ അല്ലെന്ന് പറയാൻ പറ്റുമോ നിനക്ക്? ആ ചോദ്യം കേട്ട് ശരം കൊണ്ടതുപോലെ നീറ്റിലൂടെ അവൾ അവനെ നോക്കി. ഞാനിപ്പോൾ വന്നത് നിന്നോട് യാത്ര പറയാനാ. നാളെ ഞാൻ പോകും. അവിടെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പോയതുപോലെ തിരിച്ചു വരാനാവുമെന്ന് എനിക്കറിയില്ല. എന്നാലും ഉറപ്പായി നിൻ്റെ കഴുത്തിൽ ഞാൻ താലി ചാർത്തിരിക്കും. ഇല്ലെങ്കിൽ അപ്പോഴാ അവൾ രോഷത്തോടെ വിളിച്ചു. പിന്നെ കരഞ്ഞുകൊണ്ട് ഓടി വന്ന് അവനെ കെട്ടിപ്പിടിച്ചു. എന്തിനാ അപ്പോട്ട് ഇങ്ങനെയൊക്കെ പറയുന്നത്? എൻ്റെ അപ്പോട്ട് തിരിച്ചു വരും. നമ്മൾ കല്യാണം നടക്കുകയും ചെയ്യും. ഞാനുണ്ട് എൻ്റെ അപ്പോട്ടിൻ്റെ കൂടെ. അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അത് കേട്ടതും അവന് മനം നിറഞ്ഞു. ഇത് മടിയതേ, ഈ വാക്ക് മതി. ഞാൻ പോയി ഉടനെ തിരിച്ചു വരും. കൊമ്പുകളിലേക്ക് അലർന്ന മലയെടുത്ത് പ്രഭാകരനടക്കി നമ്മുടെ സ്നേഹത്തെ അംഗീകരിപ്പിക്കാടി നമുക്ക്. അവളൊന്ന് ചിരിച്ചു. ഇത് മതി, ചിരിക്കുന്ന നിൻ്റെയും മുഖം അത് കണ്ട മതി എനിക്ക്. അവൻ അവളുടെ ഇരു കവിളിലും പിടിച്ചു. ഞാൻ വരുന്നത് വരെ സന്തോഷമായിട്ടിരിക്കണം, കേട്ടല്ലോ? അവൾ തലയാട്ടി. അവളുടെ നെറുകയിൽ ചുംബിച്ച് അവൻ പുറത്തേക്ക് നടന്നു. പടിയിറങ്ങി പോകാനിറങ്ങവേ ഒരു വട്ടം കൂടി അവൻ തിരിഞ്ഞു നോക്കി. പടിവാതിക്കൽ വേദന ഉള്ളിലൊതുക്കി ചിരിക്കാൻ ശ്രമിക്കുന്ന അവളുടെ മുഖം കണ്ടതും ഹൃദയം പിടഞ്ഞു. നിറഞ്ഞ കണ്ണുകൾ കാണാതിരിക്കാൻ അവൾ വേഗം മുഖം തിരിച്ചു നടന്നു. പിറ്റേന്ന് കാലത്ത് തന്നെ ഇരുവിന് പോകാൻ തയ്യാറായി. എല്ലാവരോടും യാത്ര പറഞ്ഞ് അനുഗ്രഹം വാങ്ങി ഇരുവിന് പോകാൻ തയ്യാറായി. അതർ അച്ഛൻ്റെ മുന്നിലേക്ക് ചെന്നു. അയാൾ മുഖം തിരിച്ചു നിന്നെങ്കിലും മകൻ്റെ കരങ്ങൾ പാദങ്ങൾ തൊട്ടപ്പോൾ മനസ്സലിഞ്ഞു. മകൻ്റെ ശിരസിൽ തൊട്ട് അനുഗ്രഹിച്ചു. എല്ലാവരോടും യാത്ര പറഞ്ഞ് അവൾ വണ്ടിയിൽ കയറി. കൃഷ്ണപുരത്തിലെ നീണ്ട പാതയിലൂടെ ആ വാഹനം നീങ്ങുന്നത് ദൂരെ മരച്ചുവട്ടിൽ നിന്ന് വേദനയോടെ മീനു നോക്കി നിന്നു. യൂണിഫോം അണിഞ്ഞ് അലക്സ് കണ്ണാടിക്ക് മുന്നിൽ ചെന്ന് നിന്നു. കട്ടിലിൽ വിഷമത്തോടെ ഇരിക്കുന്ന അഥർവിനെ കണ്ട് അവൻ തിരിഞ്ഞു നോക്കി. ഡാ, ഒന്ന് മതിയാക്കട നിൻ്റെ ഈ ശോകഭാഗം. ഇത്ര വിഷമിക്കാൻ മാത്രം ഇവിടെ എന്താ ഉണ്ടായത്? അഥർവ് അവനെ നോക്കി. അലക്സ് അവൻ്റെ അരികിൽ ചെന്നിരുന്നു. അഥർവ്, നിനക്ക് നിൻ്റെ മീനുവിൽ വിശ്വാസമില്ലേ? അവളുടെ പ്രണയത്തിൽ വിശ്വാസമില്ലേ? ഉണ്ട്. പിന്നെ എന്താ പ്രശ്നം? നിങ്ങളുടെ സ്നേഹത്തിൻ്റെ തീവ്രത മനസ്സിലാക്കാൻ നിൻ്റെ അച്ഛന് സാധിക്കും. അച്ഛൻ തന്നെ അവളുടെ കൈ പിടിച്ച് നിൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. നോക്കിക്കോ. അത് കേട്ട് അവനൊന്ന് നിശ്വസിച്ചു. ദേ, ഈ ശോകഭാവമൊക്കെ ഒന്ന് മാറ്റി ചിയറപ്പായ. ഋഷഭ് സാബ് വിളിച്ചിരുന്നു. ഉടനെ തന്നെ സ്ഥാപന മുമ്പിൽ റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു. ഐ തിങ്ക് സംതിങ് റോങ്. ഇത് സീരിയസ് ആയ ഒരു പ്രശ്നമുണ്ട്. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഉടനെ ഒരു മിഷൻ ഉണ്ടാകും മോനെ, അലക്സ് പറഞ്ഞു. അതൊരു ഗൗരവത്തോടെ അവനെ നോക്കി. നീ വാ, നമുക്ക് പോകാം. ഓഫീസർ പ്രഭാത് മിശ്രയുടെ ക്യാബിനിലേക്ക് ഇരുവിന് കടന്നു ചെന്നു. അവിടെ മറ്റു 2 ഓഫീസേഴ്സുമായി എന്തോ കാര്യമായ ഡിസ്കഷനിലായിരുന്നു അദ്ദേഹം. ഇരുവരും ചെന്ന് സല്യൂട്ട് ചെയ്തു. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഹൗ ആർ യു അഥർ? ഫൈൻ സാർ. ഒരു പ്രധാനപ്പെട്ട കാര്യം അറിയിക്കാനാണ് ഞാൻ നിങ്ങളെ വിളിപ്പിച്ചത്. ഇരുവരും ആകാംക്ഷയോടെ അയാളെ നോക്കി. ഒരു ഇമ്പോർട്ടൻ്റായ ഒരു മിഷൻ ഇന്ത്യൻ സമുദ്രം വഴി 1 ആയുധ ശേഖരം കടത്തുന്നതായി രഹസ്യ വിവരം ലഭിച്ചിരിക്കുകയാണ്. വി വാണ്ട് ടു ക്യാച്ച് ദം. ഈ മിഷൻ്റെ ഇൻചാർജ് അഥർവിന് നൽകാനാണ് തീരുമാനം. പ്രഭാത് മിശ്ര പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അഥർവ് ഒന്ന് വിരണ്ടു. അലക്സ് സന്തോഷത്തോടെ അവരെ നോക്കി. എന്താ അഥർവ് ഒന്നും മിണ്ടാത്തത്? തനിക്ക് ഈ മിഷൻ നടപ്പാക്കാനാവില്ലേ? മിശ്ര ചോദിച്ചു. യെസ് സർ, അവൻ പറഞ്ഞു. ഗുഡ്. ആൻഡ് ദിസ് ഈസ് മിസ്റ്റർ ദീപൻ ശർമ്മ, സംവിത് ഗോവർദ്ധ്. ഇവരും തൻ്റെ കൂടെ ഉണ്ടാകും. അവിടെ ഉണ്ടായിരുന്ന ഓഫീസേഴ്സിന് അയാൾ പരിചയപ്പെടുത്തി. അവർ ഇരുവർക്കും ഹസ്തദാനം നൽകി. എനിവേ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. അലക്സും അഥർവും പുറത്തേക്ക് നടന്നു. അഥർവിൻ്റെ മുഖത്ത് തെളിച്ചമില്ലായിരുന്നു. അഥർവ്, എന്തു പറ്റി തനിക്ക്? മറ്റിതുപോലെയുള്ള ഓപ്പറേഷനെ കുറിച്ച് കേട്ടാൽ വളരെ എനർജറ്റിക്കായിട്ട് ഓടാറാണല്ലോ പതിവ്. ഇപ്പോൾ എന്ത് പറ്റി? അലക്സ് ചോദിച്ചു. അഥർവ് നിന്നു. എനിക്കറിയില്ലടാ എന്തെന്ന്. മനസ്സിനൊരു സ്വസ്ഥതയില്ല. എന്ത് ആപത്ത് വരാൻ പോകുന്നത് പോലെ ഒരു തോന്നൽ. മനസ്സ് വല്ലാതെ കിടന്ന് പിടയ്ക്കുക. അഥർവ് എല്ലായ്മയോടെ പറഞ്ഞു. അതൊക്കെ നിൻ്റെ തോന്നല. നീ മീനുവിനെ കുറിച്ച് തന്നെ ചിന്തിക്കുന്നുവെന്ന് തോന്നുന്നതാ. ഈ മിഷൻ കഴിയട്ടെ, നാട്ടിൽ ചെന്ന് നമുക്കെല്ലാം ശരിയാക്കാം. ഇനി നിൻ്റെ തന്തപ്പാടി സമ്മതിച്ചില്ലേ ഒരു ആത്മഹത്യ ഭീഷണി അങ്ങ് മുഴക്കണം. അതും ശരിയായില്ലേ അവളെ പിടിച്ചു കിട്ടി അമ്പലത്തിൽ കൊണ്ടുപോയി ഒരു താലി അങ്ങ് കെട്ടണം. പിന്നെ ആരെന്ത് ചെയ്യാനാ? ദേ, ഇപ്പം മിഷനെക്കുറിച്ച് മാത്രം മതി ചിന്ത. ഓക്കെ? അലക്സ് പറഞ്ഞു. അത്ര അവനെ നോക്കി പതിയെ ചിരിച്ചു. ഓക്കെ, എന്നാ വാ. ഇരുവരും ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ നടന്നു.
നീലനിലാവം നോക്കി മാളവികപ്പുര വീടിൻ്റെ മുകൾ വരാന്തയിൽ മീനു ഇരുന്നു. ഇടയ്ക്കിടെ എന്തുകൊണ്ടോ പ്രതീക്ഷയോടെ അവൾ ദൂരെ മേടിയെടുത്ത തറവാട്ടിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു. ഇന്നലത്തെ പോലെ ഒരു ചെറു പുഞ്ചിരിയുമായി തൻ്റെ അപ്പൂരിന് അവിടെ എങ്ങാനും വന്നിരിക്കുന്നുണ്ട് എന്ന് അവൾ വെറുതെ ആശിച്ചു. പിന്നെ നിരാശയോടെ മുഖം കുനിച്ചിരുന്നു. ദൈവമേ, നീ എനിക്ക് സ്നേഹിക്കാൻ അറിയാവുന്നൊരു ഹൃദയം തന്നത്. അതുകൊണ്ടല്ലേ ഇത്രമാത്രം വേദനിക്കേണ്ടി വരുന്നത്. മനസ്സുകൊണ്ട് അടുത്തവർക്ക് അകലൊരു പ്രശ്നമല്ലെന്ന് എത്രയോ തവണ മനസ്സിനോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ചിലപ്പോഴൊക്കെ ആ അനുസരണക്കേട് കാണിക്കുന്നു. ഹൃദയം വിരഹവേദനയാൽ തേങ്ങുമ്പോൾ കണ്ണുകളും അനുസരണയില്ലാതെ നിറഞ്ഞൊഴുകും. അപ്പൂരിനോടൊപ്പം എത്രയോ നേരം സന്തോഷമായി ചിലവഴിച്ചിരിക്കുന്നു. ആ ഓർമ്മകൾ മാത്രം. കുട്ടിക്കാലത്തെന്നും അപ്പൂരിൻ്റെ കൂടെ തന്നെയായിരുന്നു താൻ. പറമ്പിലും തൊടിയിലും ഓടിക്കളിച്ചും നാഗത്തറക്കാവിലെ ആൾമര ചുവട്ടിൽ തൻ്റെ മടിയിൽ തലചായ്ച്ച് എത്രയെത്ര കഥകൾ പറഞ്ഞു തന്നിരിക്കുന്നു. ജോലി നേടി പോയതിനു ശേഷം അതൊക്കെ നഷ്ടമായി. എങ്കിലും ഒരിക്കൽ പോലും പരാതി പറഞ്ഞിട്ടില്ല എന്നതാണ് സത്യം. ഒരു ദിവസം തനിക്കായി മാറ്റി വയ്ക്കാറുണ്ടായിരുന്നു. ഇത്തവണ അതിനും സാധിച്ചില്ല. ഓരോന്നോർത്തിരിക്കവെയാണ് അവളുടെ ഫോൺ അടിച്ചത്. അവൾ എടുത്തു നോക്കി. അപ്പുവേട്ടൻ. സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാൻ തോന്നി അവൾക്ക്. സന്തോഷത്തോടെ അവൾ ഫോണെടുത്ത് കാതോട് ചേർത്തു. അപ്പേട്ടാ. കരച്ചിലും സന്തോഷമൊക്കെ ഇടകലർന്ന സ്വരത്തിൽ അവൾ വിളിച്ചു. എന്താടി, നീ കരയായിരുന്നു? ഞാൻ നമ്മുടെ പഴയ ഓരോ കാര്യങ്ങൾ ഓർത്തിരിക്കുകയായിരുന്നു അപ്പേട്ടാ. അന്നൊക്കെ എന്ത് രസാ. അപ്പേട്ടൻ എന്നും എൻ്റെ ഒപ്പം കാണും. കണ്ണാടിപ്പുഴയിൽ മുങ്ങാൻ കുഴിയിട്ട് കുളിച്ചത്, പുഴയിൽ മുങ്ങിക്കിടന്ന അപ്പേട്ടനെ ഞാൻ പേടിപ്പിച്ചത്, എൻ്റെ മടിയിൽ തലവെച്ച് കിടന്ന അപ്പേട്ടൻ പറഞ്ഞു തന്ന കഥകൾ, അങ്ങനെ ഓരോന്ന്. അവൾ നിർത്തി. അതൊക്കെ കിടത്തും അവനൊന്നും വല്ലാതെ. അതൊക്കെ നഷ്ടമായതിൽ നിനക്ക് വിഷമമുണ്ടല്ലേ? എനിക്കറിയില്ല എൻ്റെ അപ്പേട്ടൻ്റെ ജോലിയും തിരക്കൊക്കെ. ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തികളൊന്നാണ് ഇന്ത്യൻ സേന. അതിലൊരാളല്ല എൻ്റെ അപ്പേട്ടൻ. രാജ്യത്തെ കാക്കുന്നവൻ. അതിലെനിക്ക് അഭിമാനമേ ഉള്ളൂ. എൻ്റെ അപ്പേട്ടൻ വലിയവനവിടെ. നാട് മുഴുവനും അപ്പേട്ടനെ സ്നേഹിക്കണം, ആരാധിക്കണം, നല്ലത് പറയണം. അത് കേൾക്കാനാണ് ഈ മീനിനും ഇഷ്ടം. അവൻ ചെറുതായി പുഞ്ചിരിച്ചു. ഞാനിപ്പോൾ വിളിച്ചത് ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം പറയാനാണ്. എന്താ അപ്പേട്ടാ? ഒരു ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് ഒരു ദിവസം ഞാൻ ബിസി ആയിരിക്കും. ഫോൺ വിളിക്കാൻ പറ്റിയെന്ന് വരില്ല. അവളൊന്ന് ഞെട്ടി. ഓപ്പറേഷനോ? ആർക്കില്ല? വേവലാതിയോടെയുള്ള അവളുടെ ചോദ്യം കേട്ട് അവൻ ചിരിച്ചു. നീ ഉദ്ദേശിക്കുന്ന ഓപ്പറേഷൻ അല്ലടി. ഞങ്ങൾ ഈ ശത്രുക്കളെ അറ്റാക്ക് ചെയ്യാൻ പ്ലാനൊക്കെ ഇട്ടില്ലേ, അതിന് ഓപ്പറേഷൻ മിഷൻ എന്നൊക്കെയാണ് പറയാറ്. അവളൊന്ന് ചമ്മി. ഓ, അതാണോ? കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. എന്താകുന്നു? ഒന്നും പേടിക്കണ്ട, എൻ്റെ അപ്പേട്ടും ജയിച്ചു വരും, എനിക്ക് ഉറപ്പുണ്ട്, അവൾ പറഞ്ഞു. അങ്ങ് ദൂരെ എനിക്ക് വേണ്ടി കാത്തിരിക്കാൻ നീ ഒരുത്തിയുണ്ടല്ലോ. ആ ചിന്തയോടെ ഏത് പരീക്ഷണവും വിജയിച്ചു വരാൻ എനിക്ക് പ്രചോദനമാകുന്നത്. അവൾ പുഞ്ചിരിച്ചു. ഞാനുണ്ട് അപ്പയുടെ കൂടെ. ശരി, ഞാൻ വയ്ക്കുക. ഗുഡ് നൈറ്റ്. കോൾ കട്ട് ചെയ്ത് അതൊരു കുറച്ച് സമയം അങ്ങനെ തന്നെ ഇരുന്നു. എന്ത് രസമായിരുന്നു അവൾ പ്രണയിച്ച് നടന്ന ആ കാലം. ജോലി കിട്ടി ജീവിതത്തിരക്കിലൊക്കെ മുഴുകിയപ്പോൾ നഷ്ടപ്പെട്ടത് തൻ്റെ കൊച്ചു സന്തോഷങ്ങളായിരുന്നു. ഇന്നത്തെ കാലത്ത് നിസ്സാരമായ കാര്യത്തിന് പോലും ബ്രേക്കപ്പ് പറഞ്ഞു പോകുന്ന പെൺപിള്ളേരെക്കുറിച്ച് കേൾക്കുമ്പോൾ സത്യത്തിൽ മീനുവിനെക്കുറിച്ച് ഓർത്ത് ആശ്ചര്യവും അഭിമാനവും തോന്നാറുണ്ട്. അവളെ താലികെട്ടി സ്വന്തമാക്കണം. പിന്നെ അവളെ താൻ പിരിയില്ല എന്ന് നെഞ്ചോട് ചേർത്ത് പിടിക്കും. അവളുടെ കൈപിടിച്ച് ആ നാട്ടുവഴിയിലൂടെ ആരെയും പേടിക്കാതെ നടക്കണം. അവളുടെ മടിയിൽ തലവെച്ച് കണ്ണാടിപ്പുഴയുടെ തീരത്ത് ആ പുഴയുടെ സംഗീതവും കേട്ട് കിടക്കണം. അവളോട് ഒരുപാട് കഥകൾ പറയണം. നഷ്ടമായ ആ നല്ല നിമിഷങ്ങൾ ഒരിക്കൽ കൂടി തിരികെ കൊണ്ടുവരണം. മനസ്സിലുറപ്പിച്ച് അവൻ എഴുന്നേറ്റ് നടന്നു. രാവിലെ മുതലും മീനുവിന് വല്ലാത്തൊരു അസ്വസ്ഥത പോലെ തോന്നി. അപ്പൂരിനെ ഇന്നലെ വിളിച്ച് മിഷൻ്റെ കാര്യം പറഞ്ഞത് മുതൽ വല്ലാത്തൊരു പരിഭ്രമം പോലെ. ഏതായാലും ഒന്ന് അമ്പലത്തിൽ ചെന്ന് തൊഴുത്ത് പ്രാർത്ഥിച്ചിട്ട് വരാം. മീനു എഴുന്നേറ്റ് കുളിച്ച് വേഷം മാറി അമ്പലത്തിലേക്ക് തിരിച്ചു. ക്ഷേത്രത്തിൽ ചെന്ന് അഥർവൻ്റെ പേരിൽ വഴിപാട് കഴിച്ചതോടെ അല്പം ആശ്വാസം തോന്നി. അമ്പലത്തിൽ നിന്നിറങ്ങി നാട്ടുവഴിയിലൂടെ ഓരോന്നോർത്ത് നടന്നു. വേഷം മാറി പോകാനുള്ള ഒരുക്കത്തിലായിരുന്നു അഥർ. പോകുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി മീനുവിനെ വിളിക്കാൻ തോന്നി. അവൻ ഫോൺ എടുത്ത് അവൾ വിളിച്ചു. ഇടവഴിയിലേക്ക് കയറുമ്പോഴാണ് ഫോൺ അടിച്ചത്. അവൾ കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ അപ്പേട്ടാ. മീനു, അമ്പലത്തിലാണോ ഉള്ളത്? വീട്ടിലേക്ക് തിരിച്ചോ? അവിടെ ചോദ്യം കേട്ട് അവൾ അമ്പായിരുന്നു. അപ്പേട്ടൻ എങ്ങനെ മനസ്സിലായി? നിന്നെ എനിക്കറിയില്ലേ മോളെ. ഇന്നലെ ഞാൻ വിളിച്ചു പറഞ്ഞപ്പോഴേ ഞാൻ കരുതിയതാ നീ കാലത്ത് തന്നെ അമ്പലത്തിലേക്ക് പോകുമെന്നും. വെറുതെ ഓരോന്ന് പറഞ്ഞ് ഭഗവാനെ സൗകര്യം കെടുത്താൻ നിൽക്കണ്ട കേട്ടോ. ഒന്ന് പോവാപ്പേട്ടാ. ഞാൻ ഭഗവാനൊരു സൗകര്യക്കേടൊന്നുമല്ല. പിന്നെ എൻ്റെ അപ്പേട്ടന് എന്തെങ്കിലും ആപത്ത് വരുത്തിയാൽ ഞാൻ അടങ്ങിയിരിക്കില്ല. ശരി, എനിക്കെന്തെങ്കിലും പറ്റുമെന്ന് കരുതി വിഷമിക്കേണ്ട കേട്ടല്ലോ. എന്നാൽ ഫോൺ വെച്ചാ. മീനു എന്ന് വിളിക്കിട്ട് അവൾ തിരിഞ്ഞു നോക്കി.
ഫോണിലൂടെ ആ വിളി കേട്ട് അഥർവൊന്ന് സംശയിച്ചു. എവിടെയോ കേട്ടുമറന്ന ശബ്ദം. അപ്പോഴേക്കും ഫോൺ കട്ടായി. മീനു അമ്പരപ്പോടെ നോക്കി നിൽക്കെ സൗദാമിനി അവിടേക്ക് വന്നു. എന്താ സൗദാമിനി അമ്മേ? ഞാൻ നിന്നോട് കാണാൻ വന്നതാ. പാല് തന്നെ കൈക്ക് തന്നെ നീ കടിച്ചല്ലോ, സന്തോഷമായി. എന്നാലും അപ്പൂവിൻ്റെ അസ്ഥിക്ക് പിടിക്കാൻ മാത്രം എന്ത് കൈവശാടി നീ കൊടുത്തത്? മീനു രോഷം കടിച്ചമർത്തി മുഖം കുനിച്ചു നിന്നു. പറഞ്ഞിട്ടെന്ത് കാര്യം? പിന്നെ ഞാനിപ്പോൾ വന്നത് നിന്നെ ഒന്ന് കാണണമെന്ന് ഏടത്തിയമ്മ പറഞ്ഞു. അത് കേട്ടതും അവളുടെ മുഖം വിടർന്നു. പാർവതി അമ്മയോ? ഞാൻ വരാം. എങ്ങോട്ട്? തറവാട്ടിലേക്ക് വന്ന വലിയേട്ടനും ശിവേട്ടനും ശങ്കരേട്ടനും കൂടി നിന്നെ വലിച്ചു കയറും. അതിനിടയാക്കണ്ട. പിന്നെ അഗ്രഘട്ടിലെ ആ പഴയ തറവാട്ടുകെട്ടിലേക്ക് ഒരു 6 മണിയാകുമ്പോൾ വരാനാണ് ഏടത്തി പറഞ്ഞത്. ഏടത്തി എവിടെ കാണാം? നിന്നോട് എനിക്ക് സ്നേഹമൊന്നും ഉണ്ടായിട്ടല്ല. എന്നെ ആ വീട്ടിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്നത് ഏടത്തിയാണ്. ഏടത്തി എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കും. അതുകൊണ്ടാണ് വലിയേട്ടൻ എന്നെ തല പോകും എന്നറിഞ്ഞിട്ടും നിന്നെ കാണണമെന്ന് പറയാനും ഞാൻ വന്നത്. സൗദാമിനി അല്പം കുശുമ്പോടെ പറഞ്ഞു. ഞാൻ വരാം, സന്തോഷത്തോടെ പറഞ്ഞു മീനു തിരിഞ്ഞു നടന്നു. അതുകൊണ്ട് സൗദാമിനി കൊലവെറിയോടെ ചിരിച്ചു. ചെല്ലി, ഇനി നിന്റെ ഗതി എന്താവുമെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. അതും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് സൗദാമിനി നടന്നു. തുടരും.